ഇവിടം മുതൽ അങ്ങോട്ട് മുംബൈ ഇന്ത്യൻസിനെ ഭയന്നു തുടങ്ങണം. ചരിത്രം നിങ്ങളോട് അതാണ് പറയുന്നത്. എല്ലാം ചാമ്പലായി തീർന്നുവെന്ന് സകലരും കരുതുന്ന ആ നിമിഷം ജീവൻ്റെ അവസാന തുടിപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ആ മണ്ണിൽ അവശേഷിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ കത്തിച്ചു കളഞ്ഞ ആ കൂടാരത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു ഫീനിക്സ് ചാരത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്നു. ആർക്കും പിടികൊടുക്കാതെ അത് അറ്റമില്ലാത്ത ആകാശത്തേക്ക് പറന്നു തുടങ്ങുന്നു. IPL റെമോൺടാഡകളുടെ അവസാന വാക്കാണ് മുംബൈ ഇന്ത്യൻസ്. ഒന്നല്ല, രണ്ടല്ല, പലകുറി നമ്മൾ ആ ഉയർപ്പുകൾക്ക് സാക്ഷിയായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അത് അവസാനിക്കാറുള്ളത് കിരീടത്തിൽ ചെന്നാണ്. ഒരിക്കൽ കൂടി അവർ വലിയൊരു സിഗ്നൽ തന്നിട്ടുണ്ട്, തങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന്. 4 തുടർത്തോൽവികൾ, പിന്നെ 99 റൺസിൻ്റെ ഒരു പടുകൂറ്റൻ ജയം. തിലക് വർമ്മ മുതൽ ജസ്പ്രീത് ബുംറ വരെ കംബാക്കുകൾ പലതിനും അഹമ്മദാബാദ് സാക്ഷിയായ രാത്രി. ഒടുവിൽ തൊട്ടതെല്ലാം പിഴച്ച് ശുഭ്മാൻ ഗിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ തലതാട്ടി നിൽക്കുന്ന നേരത്ത് ഹാർദിക് പാണ്ഡ്യ ആവേശത്തിൻ്റെ ആകാശത്തായിരുന്നു. ഒരു മാസം മുമ്പാണ് T20 ലോകകപ്പിൽ സിംബാബ്വേക്കെതിരായ ഇന്ത്യയുടെ സൂപ്പർ 8 പോരാട്ടത്തിന് തൊട്ട് മുമ്പ് തിലക് വർമ്മയുടെ ഒരു നെറ്റ് സെഷൻ. വേഗപ്പന്തുകളെ നേരിടാനാകാതെ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന തിലകിനെ അന്ന് റിപ്പോർട്ടർ TVയുടെ ക്യാമറാമാൻ സൂരജ് പകർത്തുന്നുണ്ട്. ഫ്രസ്ട്രേഷൻ കയറി സ്റ്റംപ് വരെ അടിച്ചു വിട്ടുന്ന തിലകിൻ്റെ ദൃശ്യങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി. സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ ഇന്ത്യ ഒരു ടാക്ടിക്കൽ ഷഫിൾ നടത്തി. സാധാരണയായി 1 ഡൗണായി ക്രീസിലെത്താറുള്ള തിലക് അന്ന് ബാറ്റ് ചെയ്യാനെത്തിയത് 6ാമനായാണ്. ആ ടൂർണമെൻറ്റിൽ ഇന്ത്യ എടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്ന്. വെറും 16 പന്തിൽ 44 റൺസായിരുന്നു അന്ന് തിലകിൻ്റെ സമ്പാദ്യം. 275 സ്ട്രൈക്ക് റേറ്റിലാണ് അന്ന് അയാൾ ബാറ്റ് വീശിയത്. ടൂർണമെൻറ്റിൽ അതുവരെ പന്ത് കണക്ട് ചെയ്യാൻ പോലുമാകാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന തിലകിൻ്റെ പൊടുന്നനെയുള്ള മാറ്റം ആരാധകരെ അത്ഭുതപ്പെടുത്തി. പിന്നീട് വിൻഡീസിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും ഇന്ത്യ ഈ പരീക്ഷണം ആവർത്തിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. ഇന്നലെ ഗുജറാത്തിനെതിരെ 5ാമനായാണ് തിലക് ക്രീസിലെത്തുന്നത്. അതിനു മുമ്പ് വരെ 3ാമനായും 4ാമനായും ഒക്കെ ക്രീസിലെത്തിക്കൊണ്ടിരുന്ന അയാൾ നാളെ ഇതുവരെ ട്രാക്കിലായിരുന്നില്ല. പവർ പ്ലേയിലെ അവസാന ഓവറിൽ സൂര്യകുമാർ യാദവും കൂടാരത്തിലെത്തിയിട്ടുണ്ട്. കഗീസോ റബാഡയും സിറാജും ചേർന്ന് മുംബൈ ടോപ്പ് ഓർഡറിനെ പൊളിച്ച സമയം. സിറാജ് 3 ഓവറിൽ 15 റൺസാണ് ആകെ പവർ പ്ലേയിൽ വിട്ടു നൽകിയത്. റബാഡയാകട്ടെ ഓപ്പണർമാരെയും സൂര്യയെയും അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ട്. തിലക് ക്രീസിലെത്തി. തുടക്കത്തിൽ താളം കണ്ടെത്താൻ അയാൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. ഈ നേരത്ത് നമൻധീറാണ് മുംബൈ സ്കോർ ബോർഡിനെ നിവർത്തി നിർത്താൻ പണിയെടുത്തുകൊണ്ടിരുന്നത്. 10 ഓവർ പൂർത്തിയാകുമ്പോൾ തിലകിൻ്റെ സമ്പാദ്യം 12 പന്തിൽ 11 ആണ്. 13ാം ഓവറിൽ നമൻധീർ പുറത്താകുമ്പോൾ അത് 19 പന്തിൽ 17 ആണ്. ഒരു ബൗണ്ടറി പോലും അതുവരെ അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടില്ല. നമൻധീർ വീണതോടെ മുംബൈ ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവൻ അവസാനിച്ച മട്ടായിരുന്നു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. പ്രസീദ് കൃഷ്ണയുടെ 15ാം ഓവർ തിലക് ഒറ്റയടിക്ക് ഗിയറങ്ങ് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ വന്നവനും പോയവനുമൊക്കെ കണക്കിന് കിട്ടി. അശോക് ശർമ്മയുടെ 18ാം ഓവറിൽ 3 സിക്സും 2 ഫോറും സഹിതം തിലക് സ്കോർ ബോർഡിൽ ചേർത്തത് 26 റൺസ്. ആ ഓവറിലാണ് അയാൾ അർദ്ധ സെഞ്ചുറി തികച്ചത് എങ്കിൽ പ്രസീദ് കൃഷ്ണ എറിഞ്ഞ് 20ാം ഓവറിൽ സെഞ്ചുറി പൂർത്തിയാക്കി. ഹൗ ഫാസ്റ്റ്! അഹമ്മദാബാദ് ഗാലറി ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ഇന്നിങ്സിന് സാക്ഷിയായിട്ടില്ല. 22 പന്തിൽ നിന്നും 19 റൺസുമായി നിന്ന തിലക് പിന്നീട് നേരിട്ട 23 പന്തിൽ നിന്നും അടിച്ചെടുത്തത് 82 റൺസാണ്. തുടക്കം മുതൽ അയാൾ ടച്ചിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ റെക്കോർഡുകൾ പലതും ഇപ്പോൾ അഹമ്മദാബാദിൽ കടപുഴകി വീണ് കിടപ്പുണ്ടായനെ. ആകെ 45 പന്തിൽ 101 റൺസാണ് തിലക് അടിച്ചെടുത്തത്. മുംബൈ സ്കോർ ബോർഡിലെ പകുതി റൺസും അയാളുടെ ബാറ്റിൻ്റെ സംഭാവനയാണ്. പറത്തിയത് 7 സിക്സും 8 ഫോറും. ബാറ്റ് വീശിയത് 224 സ്ട്രൈക്ക് റേറ്റിൽ. ജസ്പ്രീത് ബുംറ ടൂർണമെൻറ്റിൽ ആദ്യമായി ആദ്യ ഓവറിൽ പന്തെടുത്ത ദിവസം. 146 പന്തുകൾ അതിനോടകം വിക്കറ്റില്ലാതെ IPL പൂർത്തിയാക്കിയിട്ടുണ്ട് അയാൾ. കഴിഞ്ഞ ഞായറാഴ്ച RCBക്കെതിരെ മൈതാനത്ത് വെച്ച് പല കുറി അയാൾ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പ് അയാൾ ഒരു വിക്കറ്റ് എടുത്തത് കഴിഞ്ഞ സീസൺ എലിമിനേറ്ററിലാണ്. ഈ സീസണിൽ 5 മത്സരങ്ങൾ ബുംറ വിക്കറ്റ്ലെസ്സായി പൂർത്തിയാക്കിയിട്ടുണ്ട്. എതിരാളികളൊക്കെ ബുംറയുടെ പന്തുകളെ കരുതലോടെ കളിച്ച് മറ്റുള്ളവരെ പ്രഹരിക്കുക എന്ന തന്ത്രമാണ് ഇതുവരെ വിജയകരമായി നടപ്പിലാക്കി പോന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ദീപക് ചഹാറിനെ ആദ്യ ഓവറിൽപ്പിച്ച് എതിരാളികൾക്ക് മൊമെൻറ്റം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹാർദിക്. ആദ്യ 5 മത്സരങ്ങളിൽ 3 തവണ ചഹാർ ഫസ്റ്റ് ഓവർ എറിയാനെത്തിയപ്പോൾ 2 തവണ ബോൾട്ടാണെത്തിയത്. ആ കളികളിൽ ഒരൊറ്റ എണ്ണത്തിലാണ് മുംബൈ ജയിച്ചത്. ബുംറയെ എന്തുകൊണ്ട് ആദ്യ ഓവർ ഏൽപ്പിക്കുന്നില്ലെന്ന ചോദ്യം അപ്പോഴൊക്കെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു. ഹാർദിക് ഇക്കുറി മാറ്റിപ്പിടിച്ചു. ബുംറ ആദ്യ ഓവറിൽ പന്തെടുത്തു. ആദ്യ പന്തിൽ തന്നെ സായ് സുദർശനെ വീഴ്ത്തി അയാൾ ആ തീരുമാനത്തെ ശരിവെച്ചു. ബുംറയ്ക്ക് ജീവശ്വാസം വീണ് കിട്ടിയതുപോലെ തോന്നി. അയാൾ ആ വിക്കറ്റ് മതിമറന്ന് ആഘോഷിക്കുന്നത് കണ്ടു. പിന്നെയൊക്കെ വേഗത്തിലായി. ജോസ് ബട്ട്ലറെ ഹാർദിക് വീഴ്ത്തി.
ഗില്ലിനെ അരിഞ്ഞിട്ട് അശ്വിനി കുമാർ ഗുജറാത്തിനെ വലിയൊരു പ്രതിസന്ധി കയത്തിലേക്ക് തള്ളിയിട്ടു. ഒറ്റ ഓവറിൽ വാശിയെയും ഫിലിപ്സിനെയും വീഴ്ത്തി സാന്നർ ഗുജറാത്തിൻ്റെ അവസാന പ്രതീക്ഷകളിൽ മണ്ണുവാരിയിട്ടു. ഒടുവിൽ ഡെത്ത് ഓവറുകളിലേക്ക് കടക്കാൻ പോലും സമയം കൊടുക്കാതെ MI ഗില്ലിൻ്റെ സംഘത്തെ ചുരുട്ടിക്കെട്ടി കൂടാരത്തിലെത്തിച്ചു. 4 ഓവറിൽ വെറും 24 റൺസ് വഴങ്ങി 4 വിക്കറ്റ് പോക്കറ്റിലാക്കിയ അശ്വിനി കുമാർ മുംബൈയെ ചില പുനരാലോചനകൾക്ക് പ്രേരിപ്പിക്കും. ഗസാൻഫറും സാന്നറും ട്രാക്കിലായി കഴിഞ്ഞു. വിൽ ജാക്സ് വരാനുണ്ട്. ടോപ്പ് ഓർഡറിലെ ക്രൈസുകൾ കൂടി പരിഹരിച്ചാൽ ദൈവത്തിൻ്റെ പോരാളികളെ ഇനി പിടിച്ചാൽ കെട്ടാതാകും. ഒരിക്കൽ കൂടി ഒരു കിരീടമില്ലാ സീസൺ ഹാർദിക്കിന് സങ്കല്പിക്കാൻ പോലുമാകില്ല. സഞ്ജുവിൻ്റെ ചെന്നൈയാണ് അടുത്ത എതിരാളികൾ. വാങ്കഡെ വ്യാഴാഴ്ച ആരാധകർക്ക് കരുതി വെക്കുന്നത് എന്താകും? കാത്തിരുന്നു കാണണം.